950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി അലൈഹിസ്സലാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി. 950 വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പ്രസംഗിച്ച് നടന്ന നബിയാണ് നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ആ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. ആ നൂഹ് നബിയുടെ മകനാണ് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി ഇങ്ങനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങനുണ്ട്. നൂഹ് നബി കപ്പല് കൊണ്ട് നിർത്തിയിട്ട് വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് അള്ളാന്റെ അദാബാടാ, ഇത് പടച്ച റബ്ബിന്റെ അദാബ. പാപ്പ പറയുന്നതനുസരിക്ക് ഉപ്പാടെ കൂടെ ഈ കപ്പലിൽ കയറ്. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല, നീ മരിച്ചു പോകും. ഇത് അള്ളാഹുവിന്റെ അദാബ, അള്ളാന്റെ സഹായം അല്ലാതെ വേറൊന്നും ഇന്ന് കിട്ടൂല. ഉപ്പ പറയുന്നത് നീ അനുസരിക്ക്. വാപ്പ തന്റെ പൊന്നാര മകനെ വിളിക്കുമ്പോ ഈ മോൻ പറഞ്ഞ മറുപടി, വാപ്പ പൊക്കോളെ, വാപ്പാടെ കാര്യം നോക്കി, ഞാൻ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, കണ്ണിന്റെ മുമ്പിൽ കടന്നു മരിച്ചടോ. അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ. ആരുടെ മകന്? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മകൻ. എന്തുകൊണ്ട്? ഭാര്യ വിശ്വാസം ഇല്ലാത്തവളായിപ്പോയി. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ നല്ലവളല്ലാതെ വന്നപ്പം മക്കളും പോയി. അതുകൊണ്ടാ പറഞ്ഞത് ഭാര്യ നല്ലവളാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ.